ാണ് കഥിക്കപ്പെടുന്നു. തേന അതിനാൽ പുരാ പണ്ട് ബ്രാഹ്മണാഹ ബ്രാഹ്മണരും വേദാച വേദങ്ങളും യജ്ഞാച യജ്ഞങ്ങളും വിഹിതാഹ നിർദ്ദേശിക്കപ്പെട്ടു. ഭാവാർത്ഥം ജയശ്രീലപ്രഭാത്. സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം, തത്, സത് എന്നിവ. പ്രതീകാത്മകങ്ങളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണർ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടു പോന്നു. ഭാവാർത്ഥം: യജ്ഞം, തപസ്, ദാനം, അന്നം എന്നിവ ഓരോന്നും സത്വരജസ്തമോ ഗുണങ്ങളെ മുൻനിർത്തി 3ആയി വിഭജിച്ചിട്ടുണ്ട്. ഏതു വകുപ്പിൽപ്പെട്ടതായാലും അവയ്ക്കെല്ലാം പരിമിതിയുണ്ട്. പ്രകൃതിയുടെ ഗുണദോഷങ്ങളാൽ മാലിന്യം പൂണ്ടവയാണ് ഇവ 3ഉം. പരമതത്വമായ ഭഗവാനെ ലക്ഷ്യമാക്കി ഓം തത്സത് എന്ന ശാശ്വതമായ ഭഗവത് സത്തെ മുൻനിർത്തി അനുഷ്ഠിക്കുമ്പോൾ മാത്രം അവ ആധ്യാത്മിക ഉത്കർഷണത്തിന് ഉതകുന്നു. വൈദികാജ്ഞകളിൽ ഇത്തരം ലക്ഷ്യത്തിന്റെ സൂചനകളുണ്ട്. നിരപേക്ഷ തത്വമായ ഭഗവാന്റെ സവിശേഷ നാമധേയമത്രേ ഓം തത്സത്. വേദസൂക്തങ്ങളിൽ ഓം എന്ന വാക്ക് എല്ലായ്പ്പോഴും കാണാം. വൈദിക നിയമങ്ങൾ അനുഷ്ഠിക്കാതെ പ്രവർത്തിക്കുന്നവർക്ക് നിരപേക്ഷ തത്വത്തിൽ എത്താൻ സാധിക്കില്ല. അയാൾ ക്ഷണികമായ എന്തെങ്കിലും ഫലം നേടിയേക്കാം, എന്നാലും ജീവിതത്തിന്റെ പരമലക്ഷ്യം പ്രാപ്യമാവുകയില്ല. മുൻ പറഞ്ഞതിന്റെ സാരമിതാണ്. യജ്ഞം, ദാനം, തപസ് എന്നിവയുടെ അനുഷ്ഠാനം സാത്വികമായിരിക്കണം. താമസഭാവത്തോടെയോ രാജസഭാവത്തോടെയോ ചെയ്യുമ്പോൾ അവ തരം താഴ്ന്നു പോകുന്നു. ഓം തത് സത് എന്നീ വാക്കുകൾ ഭഗവൻ നാമധേയം ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഓം തത് വിഷ്ണു എന്നിങ്ങനെ ഉച്ചരിക്കാറുണ്ട്. ഭഗവൻ നാമമോ ഏതെങ്കിലും വൈദിക സൂക്തമോ ഉച്ചരിക്കുമ്പോൾ ഓം കൂട്ടിച്ചേർക്കണം. ഇത് വൈദിക സാഹിത്യത്തിന്റെ ചിഹ്നമാണ്. വേദസൂക്തങ്ങളിൽ നിന്നെടുത്ത 3 വാക്യങ്ങൾ ഇവയത്രേ. ഓം ഇത്യേതത് ബ്രഹ്മണോ നേദിഷ്ടം നാമ. ഋഗ്വേദം എന്നതാണ് പ്രഥമ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നത്. തത്വമസി ഛാന്തോക്യോപനിഷത്ത് 6:8-7 രണ്ടാം ലക്ഷ്യവും. സദൈവ സൗമ്യ ഛാന്തോക്യോപനിഷത്ത് 6:2-1 മൂന്നാം ലക്ഷ്യവും സൂചിപ്പിക്കുന്നു. 3ഉം ചേർത്താൽ ഓം തത് സത് എന്ന് വരുന്നു. ആദി ജീവാത്മാവായ ബ്രഹ്മാവ് പണ്ട് തന്റെ യജ്ഞാനുഷ്ഠാനത്തിൽ പരമപുരുഷനെ സൂചിപ്പിച്ചത് ഈ വാക്കുകൾ കൊണ്ടാണ്. അതേ പതിവ് പിന്നീട് വന്ന ശിഷ്യ പരമ്പരയും തുറന്നു പോയിരുന്നു. അതിനാൽ അത്യന്തം സാരഗർഭമാണ് ഈ സൂക്തം. ഏത് കർമ്മവും ഓം തത് സത്, അതായത് പരമപുരുഷന് വേണ്ടിയാവണം ചെയ്യേണ്ടത് എന്ന് ഭഗവത്ഗീത നിർദ്ദേശിക്കുന്നു. യജ്ഞം, ദാനം, തപസ് എന്നിവ ഈ 3 വാക്കുകളോടെ അനുഷ്ഠിക്കുന്നയാൾ കൃഷ്ണാവബോധസ്ഥിതനാണ്. ആധ്യാത്മിക കർമ്മങ്ങളുടെ ശാസ്ത്രീയമായ അനുഷ്ഠാനമാണ് കൃഷ്ണാവബോധം. അത് മനുഷ്യനെ സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ആധ്യാത്മികമായ ഈ വഴിക്കുള്ള പ്രവർത്തനം ശക്തിക്ഷയത്തിന് കാരണമാകുന്നില്ല. ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാഹ പുരാ. സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം തത്സത് എന്നിവ. പ്രതീകാത്മകങ്ങളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളും ബ്രാഹ്മണൻ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടു പോന്നു. ഹരേ കൃഷ്ണ. ഈ ശ്ലോകം കേട്ടപ്പോഴത്തേക്കും എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നോ? പുതിയ ആൾക്കാരല്ല, പഴയ ആൾക്കാർക്ക് തന്നിരിക്കുന്നത്. പുതിയ ആൾക്കാർക്ക് ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചു വന്നില്ലേ? ഭക്തി വിനോദ് മഹാരാജിനെ കുറിച്ച് ഓർമ്മ. എനിക്ക് ഈ ശ്ലോകം കേൾക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഭക്തി വിനോദ് മഹാരാജാണ്. കാര്യം മഹാരാജ് എപ്പോഴും എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഒരു ഡിസ്കഷൻ ആയിരിക്കും. ഡിസ്കഷൻ കഴിഞ്ഞിട്ട് മഹാരാജ അത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓം തത് സത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അനുസരിച്ചാണ് ഭഗവാൻ പറയുന്നു, അതുകൊണ്ട് അത് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം
ഇത് 17ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. 17ാമത്തെ അധ്യായത്തിന്റെ പേര് ശ്രദ്ധാത്രയ വിഭാഗ യോഗം. ഓക്കെ, ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം, ത്രയം 3, അങ്ങനെ 3 വിഭാഗം. ത്രയ വിഭാഗം എന്ന് വെച്ചാൽ 3 വിഭാഗങ്ങൾ. ശ്രദ്ധ, ഒരാളുടെ വിശ്വാസം 3 വിധത്തിലുണ്ട്. അതിനെപ്പറ്റി ആണ് ഭഗവാൻ ഈ അധ്യായത്തിൽ പൂർണ്ണമായിട്ടും വിവരിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ പറയാൻ കാര്യം എന്താണ്? ഈ ടോപ്പിക് എങ്ങനെ വന്നു? ഡിസ്കഷൻ നടക്കുന്ന അർജുനും കൃഷ്ണനും തമ്മിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ലോങ് ഡിസ്കഷൻ ആണ്. അപ്പൊ അതിനിടയ്ക്ക് എങ്ങനെ ഈ ടോപ്പിക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഭഗവാൻ എന്താ പറഞ്ഞത്? 16ാം അധ്യായത്തിൽ എന്തിനെ പറ്റിയായിരുന്നു? ദേവാസുര ഇതിനെ പറ്റിയാണ് പറഞ്ഞത്, ഭാവങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, അതിൽ പറഞ്ഞു ആരാണ് ദൈവപ്രകൃതിയുള്ള ആൾക്കാരാരാണ്? ശാസ്ത്രങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ദൈവീ പ്രകൃതിയിലുള്ളവര്. അവരുടെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു. അതിനുശേഷം ഈ വേദത്തെ അഥവാ ശാസ്ത്രത്തെ മാനിക്കാതെ, അനുസരിക്കാതെ, അതിൽ വിശ്വസിക്കാത്ത ആൾക്കാര് അവരാണ് ആസുര പ്രകൃതികൾ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അവിടെ വരുന്നത്? ശാസ്ത്രത്തെ മാനിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം അർജുനന് വന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി അങ്ങ് പറഞ്ഞു, രണ്ടുപേരും അസുര പ്രകൃതിയും ദൈവപ്രകൃതിയും പറഞ്ഞു. പക്ഷേ ചില ആൾക്കാരുണ്ട്, അവര് ശാസ്ത്രങ്ങളെ മാനിക്കുന്നില്ല, പക്ഷേ പരിപൂർണ വിശ്വാസത്തോടെ അവര് കാര്യങ്ങൾ ചെയ്യുന്നു, ആരാധന എന്താണെന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ട്. അവര് സത്വഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലാണോ? ഈ ഗുണങ്ങളെ പറ്റി ഭാഗം നേരത്തെ പറഞ്ഞു, പ്രകൃതിയുടെ 3 ഗുണങ്ങളെ പറ്റി അതിന് മുമ്പ് പറഞ്ഞു, 16ാമത്തെ അധ്യായത്തിന് മുമ്പ് പറഞ്ഞു, 14ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് അർജുനൻ അറിയാം. അതുകൊണ്ട് വിശ്വാസത്തിൽ അവർ പ്രവർത്തിക്കുന്നു, ആരാധന ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്യിക്കുന്നുണ്ട്. അവര് സത്വഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലാണോ? ഇതാണ് 17:1 ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരമായിട്ടാണ് ഭഗവാൻ 17ാമത്തെ അധ്യായം മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഭഗവാന്റെ ഉത്തരം എന്തായിരുന്നു? അതില് ഭഗവാൻ പറഞ്ഞു, അത് അവര് സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ആകാം. അതെങ്ങനെയാണ്, എന്തിനാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്? കാര്യം ഈ ആൾക്കാരെ എത്രയോ ജന്മങ്ങളായിട്ട് ആർജിച്ചിരിക്കുന്ന അവരുടെ പ്രകൃതി എന്താണ്, അവരുടെ പ്രകൃതി അനുസരിച്ചിട്ട് അതനുസരിച്ചിട്ട് ഏതിലാണെങ്കിലും ആകാം. സത്വമോ സത്വമാഹോ രജസ്തമ, അതാണ് പറഞ്ഞത്. സത്വമാണോ രജോ ആണോ തമോ ആണോ എന്ന് പറയണം എന്ന് പറഞ്ഞു. ഇതിൽ ഏതാണ് അപ്പം പറഞ്ഞിരിക്കുന്നത്? അവരുടെ പൂർവാർജിത പ്രകൃതി എന്താണ്, നേരത്തെ പല ജന്മങ്ങളിലായിട്ട് അവർ ആർജിച്ചു വന്നിരിക്കുന്ന പ്രകൃതി എന്താണ്, അതിനനുസരിച്ച് അതിന്റെ ആ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചായിരിക്കും അവരുടെ ആരാധനയും അവരുടെ അവരുടെ സ്ഥിതി ഇതിലാണ്. ഓക്കെ, ഈ ജീവാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജീവാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവാന്റെ ഭിന്നങ്ങളായിട്ടുള്ള അംശങ്ങളാണ്, അംശങ്ങൾ. ഭഗവാൻ വിഭുവാണ്, നമ്മളൊക്കെ അണുവാണ്. അപ്പം ആ ഭഗവാന്റെ ശാശ്വതമായ സനാതനമായ അംശങ്ങൾ ഈ ബദ്ധലോകത്തിൽ വരുമ്പോഴത്തേക്കും അവർക്ക് എന്ത് പറ്റും? അവര് ഈ പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുന്നു. പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുമ്പോഴത്തേക്കും പ്രകൃതിയുടെ 3 ഗുണങ്ങള് അവരെ പിടിച്ചു കെട്ടും. ഗുണം എന്നുള്ളതിന് വേറൊരു വാക്കുണ്ട്, കയറ്. ഇപ്പൊ 3 സത്വ രജസ് തമോ ഗുണങ്ങള് അവരെ ബന്ധിക്കുന്നു. അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ ഭൗതിക പ്രകൃതിയിൽ വന്നിരിക്കുന്നത്? ഭഗവാനായിട്ടുള്ള ബന്ധം മറന്നു. ഭഗവാനായിട്ടുള്ള ബന്ധം മറന്നു. എനിക്ക് എൻജോയ് ചെയ്യണം, ഞാനും ഭഗവാനെ പോലെ എൻജോയ് ചെയ്യണം. ഭഗവാനെ കുറിച്ച് ഇച്ചിരി അസൂയ ഉണ്ടായിരുന്നു. എല്ലാം ഭഗവാനാണ്. ഞാൻ ഭഗവാന്റെ സേവകനാണ്, സേവയിലാണ് ചെയ്യുന്ന. ഭഗവാൻ എല്ലാവരും സേവ ചെയ്യുന്നു, എനിക്ക് എന്നെയും അങ്ങനെ ആൾക്കാർ സേവ ചെയ്യണം എന്നൊരു ഭഗവാനെ കുറിച്ച് ഒരു അസൂയ, ഇച്ഛാദ്വേഷ സമുത്ഥേന, ആഗ്രഹവും ഭഗവാന്റെ അടുത്തുള്ള അസൂയയും കാരണം ജീവൻ ഭൗതിക പ്രകൃതിയിൽ വന്നു. അവിടെ ഭൗതിക പ്രകൃതിയോടെ ഇണങ്ങി അവര് ഈ 3 ഗുണങ്ങളുമായിട്ട് ബന്ധനത്തിലായി. എന്നിട്ട് പ്രകൃതിയുടെ പലവിധത്തെ വൈവിധ്യങ്ങള് എല്ലാം തന്നെ അതിന് വഴങ്ങി സ്വന്തമായിട്ടൊരു വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുന്നു. ഓക്കെ, സ്വയം സൃഷ്ടിച്ചു. അതിനുശേഷം അങ്ങനെയുള്ള ആ ഒരു കൃത്രിമ ജീവിതം, അങ്ങനെയുള്ള ഒരു വിശ്വാസം, അതെല്ലാം തന്നെ കേവലം ഭൗതികമാണ്, ആധ്യാത്മികമല്ല. ജീവൻ ആധ്യാത്മികമാണ്. കാര്യം മമൈവാംശം, ഭഗവാന്റെ അംശം. ഭഗവാൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപനാണ്. സച്ചിദാനന്ദ സ്വരൂപന്റെ അംശവും സച്ചിദാനന്ദമാണ്, അത് ആധ്യാത്മികമാണ്. പക്ഷെ ജീവൻ
ഭൗതിക പ്രകൃതിയിൽ വരുമ്പോഴത്തേക്കും അത് അതിനൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു. ആ ശരീരം സ്വീകരിച്ച് വരുന്നതോടുകൂടി ആ പ്രകൃതിയുമായിട്ടുള്ള സംസർഗം കാരണം അതിനെ പിന്നെ ചിന്തിക്കാൻ പറ്റുന്ന എന്താണ്? ആകെ കാണാൻ പറ്റുന്ന എല്ലാം തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ. അതിന് സ്വയം കാണാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കണ്ണാടി കൂടി നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണാടിയുടെ കളറിലാണ് നമ്മൾ കാണുന്നത്, ബാക്കിയുള്ളതെല്ലാം തന്നെ, ഇല്ലേ? അപ്പം ഈ ആത്മാവ് ബാഹ്യമായിട്ട് നോക്കുമ്പോഴത്തേക്കും കാണുന്ന എല്ലാം തന്നെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ കാണുന്ന എല്ലാം തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത്. അതിന് ആ തന്റെ ആത്മീയ സ്വഭാവം എന്താണെന്നുള്ളത് ടോട്ടലി മറന്നു കഴിഞ്ഞു. അപ്പോ അങ്ങനെയുള്ള അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വിശ്വാസത്തിൽ നിന്നും ഭൗതികമായിട്ടുള്ള വിശ്വാസത്തിൽ അത് എന്തെങ്കിലും ഒരു ആശയത്തിലേക്ക് അത് അറ്റാച്ച്ഡ് ആയിരിക്കും. എന്നിട്ട് അല്ലെ ഒരു സിദ്ധാന്തം അങ്ങനെ അതിനാലാണ് അതിനെ ഗൈഡ് ചെയ്യുന്നത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് തികച്ചും സ്വാർത്ഥതയായിട്ട് ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ഭാര്യയോ കുട്ടികളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കില്ല, അങ്ങനെയുള്ള സ്വാർത്ഥത. ഓക്കെ, തിരിച്ച് മുകളിലേക്ക് പോയിട്ട് ആ സ്വാർത്ഥത കുറഞ്ഞ് ചിലപ്പം കുടുംബത്തെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, ബന്ധുക്കളെ കുറിച്ച് ചിന്തിക്കില്ല, ബന്ധുക്കളെ കുറിച്ച് ചിന്തിക്കും, അല്ലെ നമ്മുടെ എന്താണ് നമ്മുടെ ഞാൻ താമസിക്കുന്ന കോളനിയിലുള്ള ആൾക്കാരെ പറ്റി ചിന്തിക്കും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തെ പറ്റി, ഒരു വില്ലേജിനെ പറ്റി, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിനെ പറ്റി, അല്ലെങ്കിൽ രാജ്യത്തെ പറ്റി. ചിലതിനേക്കാളും ഉപരിയായിട്ട് ഈ ലോകാസമസ്ത സുഖനോഭവന്തു. ഓക്കെ, ചിലർ അതിനേക്കാളും ഉപരിയായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. അവർ പറയും നിങ്ങൾ ഈ ബഹിരാകാശ ഗവേഷണം നടത്തിയുള്ള സാധനങ്ങളെല്ലാം തന്നെ ബഹിരാകാശത്തിടുന്നു, അത് നാശത്തിനാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ അയക്കുന്നത് ഭാവിയിൽ ബാക്കിയുള്ളവർക്ക് അപകടം ഉണ്ടാകാം. അതുകൊണ്ട് അത്രമാത്രം അതിനും ഭൂമിക്കും ഉപരിയായിട്ട് അവർ ചിന്തിക്കുന്നു. അപ്പം ഈ ഇത് ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ആൾക്കാരെ ഉണ്ട്. പക്ഷേ ഇത് എത്രമാത്രം എന്താണ് നിസ്വാർത്ഥതയോട് ചെയ്യുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഏത് കർമ്മമാണെന്നുണ്ടെങ്കിലും അതിനൊരു റിയാക്ഷൻ ഉണ്ട്, അത് നമ്മളെ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ 3 ഗുണങ്ങള്, സത്വ രജസ് തമോ ഗുണങ്ങള് അല്ലാതെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് എളുപ്പമല്ല. ഇതിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 3 ഗുണങ്ങളിൽ നിന്ന് ഉപരിയായിട്ട് വരുന്ന അതിനെ എന്താ പറയുക? അതിന്റെ പേരാണ് ശുദ്ധസത്വം. ശുദ്ധസത്വം. ഓക്കെ, 3 ഗുണങ്ങൾക്കും ഉപരിയായിട്ടുള്ളതാണ് ശുദ്ധസത്വം. ശുദ്ധസത്വത്തിലുള്ള ഒരാളുടെ പേര് പറയൂ. ഓക്കെ, ഭഗവാൻ. ഓക്കെ, ശുദ്ധസത്വത്തിലുള്ള ആള് ഭഗവാൻ. കാര്യം ഭഗവാന് പ്രകൃതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാലും പ്രകൃതിയായിട്ട്, അതായത് താമരയിലയിൽ വെള്ളം നിൽക്കുമ്പോഴത്തേക്കും അത് നനയുന്നുണ്ടോ? ഇല്ല. അതേപോലെയാണ് ഭഗവാന് ഈ പ്രകൃതിയായിട്ട് യാതൊരു ടച്ചും ഇല്ല. അപ്പോൾ നമുക്ക് ശുദ്ധസത്വത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ, നമ്മളും ഭഗവാനായിട്ട് എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ പറ്റുമോ? ഞാനിവിടെ ഒരു ബൾബ്, ഇവിടെ വയറുണ്ട്, ഹോൾഡർ ഉണ്ട്, ബൾബ് ഇട്ടു, പക്ഷെ കണക്ഷൻ ഇല്ല പവർ ഹൗസുമായിട്ട്. കത്തുവോ ബൾബ്? ഇല്ല. അതേപോലെ നമ്മളും ശുദ്ധസത്വത്തിൽ എത്തുന്നത് ശുദ്ധസത്വമായിട്ട് കണക്ട് ചെയ്യണം. നമ്മളിപ്പോൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന എവിടെയാണ്? പ്രകൃതിയായിട്ടാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. അതിൽ നിന്ന് മാറി ഭഗവാനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാന്റെ ഗുണങ്ങൾ കിട്ടും, ശുദ്ധസത്വത്തിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പം ഈ 3 മാലിന്യങ്ങൾ, സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഈ 3 മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഹൃദയത്തിൽ ഏത് ഗുണമാണോ ഉള്ളത് അതേ ടൈപ്പ് വിശ്വാസമായിരിക്കും നമുക്കുള്ളത്. ഹൃദയത്തിന് സാത്വിക ഗുണമാണ് ഉള്ളത്, സ്വഭാവമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ വിശ്വാസവും സാത്വികമായിരിക്കും. അതിന് ഹൃദയത്തിൽ രാജസിക ഗുണമാണ് വ്യാപിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസം രാജസികമായിരിക്കും. താമസ ഗുണമായി ആണ് ഹൃദയത്തിലുള്ളതെങ്കിൽ നമ്മുടെ വിശ്വാസവും താമസികമായിരിക്കും. ഓക്കെ, ഇനി ഭഗവാൻ പറയുന്നുണ്ട് ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരേപോലെയല്ല. അതായത് ഈ 3 കയറെടുത്തിട്ട് നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് വലിയ വലിയ കയറാക്കി മാറ്റാറില്ലേ? അതേപോലെ ഇത് ഇഴകളാണ്. അത് ഓക്കെ, ചേർത്ത് എത്ര വലിപ്പമുള്ള വേണമെന്നുണ്ടാക്കാം, അത് കോമ്പിനേഷനാണ്. അപ്പൊ ചിലപ്പം ഇത്
സത്വഗുണമായിരിക്കും കൂടിയിരിക്കുന്നത്, ചിലപ്പം രജോ ഗുണമായിരിക്കും കൂടിയിരിക്കുന്നത്, ചിലപ്പം തമോ ഗുണമായിരിക്കും കൂടിയിരിക്കുന്നത്, വ്യത്യാസം വരാം. പൂർണ്ണമായിട്ടും ഒരാള് സത്വഗുണത്തിൽ മാത്രമാണ്, അല്ലെ രജോ ഗുണത്തിൽ മാത്രമാണ്, അല്ലെ തമോ ഗുണത്തിലാണെന്ന് അങ്ങനെ വരില്ല. അത് വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഏറെക്കുറെ ഇതാണ് പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മുടെ ഹൃദയം ഏത് ഗുണത്തിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ ആയിരിക്കും നമ്മുടെ വിശ്വാസവും. അപ്പോ ഇതനുസരിച്ചിട്ട് പല വിധത്തിലുള്ള വിശ്വാസങ്ങളും അതിനെ അടിസ്ഥാനമാക്കി പല വിധത്തിലുള്ള മതങ്ങളും ഉണ്ട്, അഥവാ മത അനുഷ്ഠാനങ്ങളും ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ട് പല വിധത്തിലുള്ള ആരാധനാക്രമങ്ങളും ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, മൃഗബലി നടത്താറുണ്ട് ചില അമ്പലത്തിൽ. അല്ലെന്നുണ്ടെങ്കിൽ ചില അമ്പലത്തിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് ശൂലം കവളി കുത്തിക്കയറ്റി, അതാണ് ആരാധന എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് തൂക്കിയാട്ടം എന്ന് പറഞ്ഞാൽ പുറത്തൊരു ഹുക്ക് ഇട്ടിട്ട് പൊക്കി കറക്കും. ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ തീയിൽ കൂടി നടക്കും. അതൊക്കെ കണ്ടിട്ടില്ലേ? ഇത് ആരാധനയുടെ പാർട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ ആരെയൊക്കെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, ദേവതകളെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, ഭൂതപ്രേതാദികളെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഈ ശാസ്ത്രങ്ങളിൽ എങ്ങും പറയാത്ത ആൾക്കാരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. കണ്ണൂർ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. മുത്തപ്പൻ ഏതെങ്കിലും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ? വൈദിക ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ മുത്തപ്പനെ ആരാധിക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. ഓക്കെ, ഇനി പോട്ടെ, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. സിനിമാ നടി ഖുഷ്ബു തമിഴ്നാട്ടിൽ അമ്പലമുണ്ട്. ഓക്കെ, അപ്പം ഇതേപോലെ പല വിധത്തിലുള്ള ആരാധനാക്രമങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മനുഷ്യരെന്ന് പറയുന്നത് 4 ലക്ഷം ആത്മീയ ലെവൽസിലുള്ള ആൾക്കാരാണ്. 4 ലക്ഷം. അപ്പൊ അതിൽ പല ലെവലിലായിട്ടുള്ള ആൾക്കാർ പല വിധത്തിലുള്ള ആരാധനകളായിരിക്കും, പല ഗുണത്തിലായിരിക്കും, പല ലെവലിലായിരിക്കും ഇരിക്കുന്നത്. അതനുസരിച്ചിട്ട് അവര് ആരാധിക്കുന്നു. ഓക്കെ, അപ്പം ഭഗവാൻ പറയുന്നു, പൊതുവെ സാത്വികരായിട്ടുള്ള ആൾക്കാര് ദേവന്മാരെ ആരാധിക്കുന്നു, രജോ ഗുണികളായിട്ടുള്ള ആൾക്കാര് അസുരന്മാരെയും, തമോ ഗുണികളായിട്ടുള്ള ആൾക്കാര് ഭൂതപ്രേതാദികളെയും ജനറൽ ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞ ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? 4 കാര്യങ്ങളെ പറ്റി പറഞ്ഞു. എന്താണ്? ആഹാരം, യജ്ഞം, തപസ്, ദാനം. ഈ 4 കാര്യങ്ങള് സത്വഗുണത്തിൽ എങ്ങനെയായിരിക്കും, രജോ ഗുണത്തിൽ എങ്ങനെയായിരിക്കും, തമോ ഗുണത്തിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്? 4 കാര്യങ്ങളെ പറ്റി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് നടക്കുന്നതുകൊണ്ടാണ്. ആഹാരം, നമ്മൾ 2 3 നേരം ആഹാരം കഴിക്കാറില്ലേ? ഉണ്ട്. ദാനം, അത് എളുപ്പമാണ് ഇല്ലേ? ദാനം എല്ലാ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ദാനം ചെയ്യാത്ത ഒരാള് വളരെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, യജ്ഞം, തപസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ യജ്ഞം എന്താണ്? രാജസു യജ്ഞമുണ്ട്, പിന്നെ മറ്റേ എന്താണ് അശ്വമേധ യജ്ഞം. ഇതൊക്കെയാണ് നമ്മൾ യജ്ഞം എന്ന് കേട്ടിട്ടുണ്ട്. സോമയാഗം. ഇത് നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. നമ്മൾ ചെയ്യാറുണ്ട് എന്തെങ്കിലും യജ്ഞം? ചില ആൾക്കാർ അഗ്നിഹോത്രം ചെയ്യാറുണ്ട്. ബ്രാഹ്മണന്മാർ വീട്ടില് അഗ്നിഹോത്രം, ദിവസം അഗ്നിഹോത്രം ചെയ്യാറുണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്തെങ്കിലും വേറെ യജ്ഞത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോ ഭഗവാന്റെ നാമം ജപിക്കുന്നത് യജ്ഞമാണ്, വെറും യജ്ഞമല്ല. എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം. യജ്ഞങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി 10:27 ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, തപസ്സോ? തപസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന എവിടെയാ? പണ്ട് മുനിമാരൊക്കെ പോയി തപസ് ചെയ്തിരുന്നു. ഹിമാലയത്തില് പോയിട്ട് ഇരുന്നു, അല്ലെ കാട്ടിൽ പോയി തപസ് ചെയ്തിരുന്നു. നമ്മളതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ തപസ്സിനെ പറ്റി നമുക്ക് അറിയേണ്ട കാര്യമുണ്ടോ? അവനെന്തിനാ നമുക്ക് തപസ്സിനെ പറ്റി പറയുന്നത്? തപശ്ചര്യ എന്ന് പറയുന്നത്, ഉദാഹരണം, ഒരാള് അതിരാവിലെ വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ശുദ്ധിയായിട്ട് കുളിച്ച് ആണ് എന്തെങ്കിലും ചെയ്യുന്നത്, പൂജയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതൊരു തപശ്ചര്യയാണ്. കാര്യം, ഇപ്പൊ തണുപ്പ് കാലമൊന്നുമില്ല,
തണുപ്പ് കാലത്താണെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് കുളിക്കും. ആ തപശ്ചര്യയുടെ ഭാഗം. നിശ്ചയമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം, അതാണ് തപം. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് വേറെ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഉദാഹരണത്തിന് ഭഗവാന്റെ ജന്മദിനത്തിന്റെ ദിവസം നമ്മൾ ആഹാരമൊന്നും കഴിക്കുന്നില്ല, തപശ്ചര്യയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തപശ്ചര്യകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഈ ആഹാരം, യജ്ഞം, തപസ്, ദാനം, ഇതിന്റെ സത്വരജസ്തമോ ഗുണങ്ങൾ എങ്ങനെയായിരിക്കും ബാധിക്കുന്നതെന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ അതില് 8 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ആഹാരത്തെ കുറിച്ച് പറഞ്ഞു. സത്വഗുണത്തിലുള്ള ആഹാരം എന്താണ്? സത്വഗുണത്തിലുള്ള ആഹാരം ഒന്ന്, നമുക്കത് ദീർഘായുസ്, ബലം, ആരോഗ്യം, സന്തുഷ്ടി, സംതൃപ്തി ഇതെല്ലാം തരുന്ന ആഹാരം. ഓക്കെ, അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, അത് നമുക്ക് വളരെ പ്രീതികരമായിരിക്കും, വളരെ ആസ്വാദ്യകരമായിരിക്കും. ഇതിന് ഉദാഹരണം എന്താണ്? സത്വഗുണത്തിലുള്ള ആഹാരത്തിന് ഉദാഹരണം നമുക്ക് കിട്ടാൻ പോകുന്ന പ്രസാദം. ഓക്കെ, നമുക്ക് കിട്ടാൻ പോകുന്ന പ്രസാദം ഈ സത്വഗുണത്തിലുള്ളതാണ്. ഓക്കെ, അതിനേക്കാൾ ഉപരിയാണ്, പക്ഷെ അറ്റ്ലീസ്റ്റ് സത്വം അല്ലെന്നുണ്ടെങ്കിൽ ശുദ്ധ സത്വത്തിലുള്ള പ്രസാദം. രജസ് എന്ന് വെച്ച് കഴിഞ്ഞാല് കയ്പ്, എരിവ്, പുളി, ഉപ്പ്, ചൂട് ഇതെല്ലാം തന്നെ വളരെയധികം കൂടുതലുള്ളത്. ചിലർക്ക് ഭയങ്കര എന്താണ് പിക്കിള്, നല്ല എരിവുള്ള പിക്കിള് വേണം. സാധാരണ പിക്കിളൊന്നും വരാം, ആന്ധ്ര പിക്കിള് വേണം, അതിനാണ് ഏറ്റവും കൂടുതൽ എരിവുള്ളത്. അങ്ങനെയുള്ളത്. പക്ഷേ അവൻ പറയുന്നു ഇത് ദുഃഖത്തിനും രോഗത്തിനും കാരണമാണ് രജോ ഗുണത്തിലുള്ള ഭക്ഷണം. തമസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പഴകിയത്, ഉണ്ടാക്കി വളരെ നേരം കഴിഞ്ഞു, എന്തായി, അത് ടേസ്റ്റ് എല്ലാം പോയി, അതിന് ചിലപ്പോൾ ദുർഗന്ധം വരും. ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കുറെ നേരം വെച്ച് കഴിഞ്ഞാല് നാറ്റായിരിക്കും വരിക. പിന്നെയുള്ളത് ആരെങ്കിലും കഴിച്ചതിന്റെ ബാക്കി, ഉച്ഛിഷ്ടം. ഓക്കെ, അപ്പം ഇതെല്ലാം പിന്നെ തൊടാൻ പാടില്ലാത്തത്. തൊടാൻ പാടില്ലാത്തതിന്റെ എക്സാമ്പിൾ ഭഗവാൻ പറയുന്നത് എന്താ? മാംസം, മദ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസ്പർശ്യം എന്നാണ് പറയുന്നത് ഭഗവാൻ. ഓക്കെ, അപ്പം ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു, 3 ശ്ലോകങ്ങളിൽ അത് പറഞ്ഞു. പിന്നെ യജ്ഞത്തിന്റെ കാര്യം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ രജോ ഗുണത്തിലുള്ളത് നോക്കാം. ഭൗതിക ലാഭത്തിനായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അഥവാ അത് ഫോർ എക്സാമ്പിൾ എനിക്ക് സ്വർഗം കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ദ്രന്റെ സിംഹാസനം കിട്ടണം, സ്വർഗപ്രാപ്തിക്കായിട്ട് എന്ത് ചെയ്യണം? അല്ലെ ഇന്ദ്രന്റെ എന്ത് ചെയ്യണം? 100 അശ്വമേധ യജ്ഞങ്ങൾ ചെയ്താൽ മതി, ഇന്ദ്രന്റെ പൊസിഷൻ ഗ്യാരണ്ടീഡ്. അതാണ് ക്വാളിഫിക്കേഷൻ. 100 അശ്വമേധ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ദ്രന്റെ പൊസിഷൻ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ടാണ് മഹാബലിയെ ഭഗവാൻ ഇപ്പോഴും വെച്ചിരിക്കുന്നത്. മഹാബലിക്ക് പൊസിഷൻ കൊടുത്തില്ല, പക്ഷെ മഹാബലി പോയി ഇന്ദ്രനെ പിടിച്ച് വിളിക്കളഞ്ഞു. എന്നിട്ട് ഇന്ദ്രന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. പിന്നീട് എന്താ ചെയ്തത്? ക്വാളിഫിക്കേഷൻ സമ്പാദിച്ചു, 100 അശ്വമേധ യജ്ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഭഗവാന് പറയാൻ പറ്റില്ല മഹാബലി നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു സാരില്ല, ഇപ്പൊ ഞാൻ മറ്റേ ആളാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അയാളുടെ ടേം കഴിയുമ്പോഴത്തേക്കും നിന്നെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ഇന്ദ്രൻ ആരാണ്? നമ്മുടെ മഹാബലിയാണ് അടുത്ത ഇന്ദ്രൻ. 100 അശ്വമേധ യജ്ഞങ്ങൾ ചെയ്തു. അപ്പം ഇനി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗർവ് കാട്ടാനായിട്ട് അപ്പുറത്തെ ആള് 2 ഭാഗവത യജ്ഞം ചെയ്തു, ഞാൻ 3 എണ്ണം ചെയ്യും. അതാണ് ജസ്റ്റ് കോമ്പറ്റീഷൻ, അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര ഉണ്ടെന്ന് കാണിക്കാനായിട്ട്. അങ്ങനെ ചെയ്യുന്നതെല്ലാം തന്നെ രജോ ഗുണത്തിലുള്ളതാണ്. ഓക്കെ, പിന്നെ ഇപ്പം സത്വഗുണത്തിലുള്ള എന്താണ്? സത്വഗുണത്തിലുള്ളത് നമ്മള് ആഗ്രഹങ്ങളൊന്നും ഫലമൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ, വിശ്വാസത്തോടെ, വേദവിധി പ്രകാരം ഇതെന്റെ കർത്തവ്യമാണ് എന്നുള്ള ചിന്തയോടുകൂടി, എന്റെ ഡ്യൂട്ടി ആണെന്ന ചിന്തയോടുകൂടി ചെയ്യുന്നത് യജ്ഞങ്ങള് സത്വഗുണത്തിലുള്ളതാണ്. തമോഗുണത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദവിധി പ്രകാരം അല്ല, അതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അതിനുശേഷം ഒരു പ്രോഗ്രാം നടന്നു, അതിനുശേഷം പ്രസാദമൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, പുരോഹിതന് ദക്ഷിണ കൊടുക്കില്ല, ഇങ്ങനെ ചെയ്യുന്നതാണ് തമോ ഗുണത്തിലുള്ളത്. ഓക്കെ, മാത്രമല്ല ചിലപ്പം വിശ്വാസം ഇല്ലാതെയൊക്കെ ചെയ്യും. ഓ, അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ, എനിക്ക് വിശ്വാസമൊന്നുമില്ല, തമോ ഗുണമാണ്. ഓക്കെ, അച്ഛനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു, നമുക്ക് അതിൽ വിശ്വാസമില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തമോ ഗുണത്തിലുള്ളതാണ്. പിന്നെ
അടുത്തത് തപസ്. തപസ് എന്ന് പറയുന്നത് 3 വിധത്തിലുള്ള തപസ്സിനെ പറ്റി ഭഗവാൻ പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ശരീരം കൊണ്ടുള്ള തപസ്, മറ്റേത് നമ്മുടെ വാക്കുകൊണ്ടുള്ള തപസ്, മൂന്നാമത്തത് നമ്മുടെ മനസ്സുകൊണ്ടുള്ള തപസ്. ഏതാണെന്നുണ്ടെങ്കിലും സത്വരജസ്തമ ഗുണങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ട്. ആധ്യാത്മിക വിശ്വാസത്തോടെ ഭൗതിക നേട്ടങ്ങളൊന്നും തന്നെ ആഗ്രഹിക്കാതെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, തപസ്സുകളാണ് സത്വഗുണത്തിലുള്ളത്. ഉദാഹരണം നമ്മൾ ജന്മാഷ്ടമിയുടെ ദിവസം നമ്മൾ ഒന്നും തന്നെ കഴിക്കുന്നില്ല. രാത്രി 12 മണി വരെ, ഭഗവാന്റെ ജന്മസമയം വരെ നമ്മളൊന്നും കഴിക്കാതിരിക്കുകയാണ്. അതൊരു തപശ്ചര്യയാണ്. അതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗവതത്തിൽ നോക്കൂ, കർദമമുനി 3-ാം സ്കന്ധത്തിൽ കർദമുനിയുടെ കഥ പറയുന്നുണ്ട്. കർദമുനി പോയിട്ട് 10,000 കൊല്ലം തപസ് അനുഷ്ഠിച്ചു. എന്തിനായിരുന്നു തപസ് അനുഷ്ഠിച്ചത് അറിയോ? ഭഗവാനെ സന്തോഷിപ്പിക്കണം. ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ധർമ്മങ്ങൾ എനിക്ക് ചെയ്യണം. ധർമ്മങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് പാലിക്കാൻ പറ്റില്ല. അതിന് കൂടെ ഒരു സഹധർമ്മിണി വേണം. കൂടെ ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ കൂടെ നിൽക്കുന്ന ആളാണോ അതാണ് സഹധർമ്മിണി. നമ്മൾ ഭാര്യ എന്ന് പറയും, പത്നി എന്ന് പറയും. സംസ്കൃതത്തിലുള്ള വാക്ക് സഹധർമ്മിണി. അപ്പം അങ്ങനെ ഒരു ഉത്തമമായിട്ടുള്ള സഹധർമ്മിണിയെ വേണ്ടിയിട്ട് 10,000 വർഷം തപസ് അനുഷ്ഠിച്ചു. അപ്പൊ ഒന്ന് ഹാപ്പിയായി വന്നു, കണ്ടു, എന്നിട്ട് പറഞ്ഞു, ശരി, നിനക്ക് ഞാൻ ഇത്രമാത്രം നിന്റെ എന്നെ സെർവ് ചെയ്യാനുള്ള സ്നേഹം കാരണം ഞാൻ നിനക്ക് മകനായിട്ടും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കപിലദേവൻ കർദമുനിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് വരുന്നത്. അപ്പൊ അത് സത്വഗുണത്തിലുള്ളതാണ്. ഓക്കെ. ഇനി ആരെങ്കിലും ബഹുമതിക്കോ ആരാധനയ്ക്കോ വേണ്ടി അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന തപസ്സുകളാണ് രജോഗുണത്തിലുള്ളത്. ഉദാഹരണം, ഏകാദശി അനുഷ്ഠിക്കുന്നു. പക്ഷെ എന്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകാദശി അതിനും പറ്റും, ഇല്ലേ? നമ്മൾ ഏകാദശി മഹാത്മ്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കും തീർച്ചയായിട്ടും ഏകാദശി അനുഷ്ഠിക്കാം, കിട്ടും. രോഗം മാറണമെന്നുണ്ടെങ്കിൽ, ഭൗതിക രോഗം മാറണമെന്നുണ്ടെങ്കിൽ, അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പാപങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ ഏകാദശി നോക്കാം. ഐശ്വര്യപ്രാപ്തിക്കായിട്ട് ഏകാദശി നോക്കാം. രജഗുണത്തുള്ളതാണ്. കാര്യം നമ്മൾ ഫലോദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി താമസിക തപസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഢബുദ്ധി, ശരീരം സ്വയം പീഡ അനുഭവിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് ഉള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നത്. ഹിരണ്യകശിപുവും ഭസ്മാസുരന്മാരും ഒക്കെ ചെയ്ത തപസ്സുകളുണ്ടല്ലോ. ഹിരണ്യകശിപു തപസ് ചെയ്ത അവസാനം എന്തായി? അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും ശോഷിച്ച് വെറും എല്ലും തൊലിയും മാത്രമായി. അതിൽ നിന്ന് പിന്നെ ആ ചൂട് കാരണം, തപസ്സിന്റെ ചൂട് കാരണം അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് തീ വരാൻ തുടങ്ങി. ഭസ്മാസുരൻ തപസ് ചെയ്തത് സ്വയം ഓരോ അവയവങ്ങൾ ഇങ്ങനെ വെട്ടി വെട്ടി ഹോമത്തിൽ ഇട്ടിട്ടാണ് ശിവനെ തപസ് ചെയ്തത്. അവസാനം സ്വന്തം തല വെട്ടി ഇടാൻ പോയപ്പോഴാണ് ശിവൻ ഓടി വന്നത്. എന്നിട്ട് വരം കൊടുത്തു. എന്താണ് വരം ചോദിച്ചത്? ആരുടെ തലയിൽ ഞാൻ കൈവയ്ക്കുന്നോ അവൻ ഭസ്മമായി തീരും. പാവൻ ശിവൻ തഥാസ്തു പറഞ്ഞു. ഭസ്മാസുരൻ എന്ത് ചെയ്തു? എങ്കിൽ ഞാൻ നിങ്ങളുടെ തലയിൽ തന്നെ വെക്കട്ടെ, കാര്യം പാർവതി എനിക്ക് വേണം. താമസിക ഗുണത്തിലുള്ള തപസ്സാണ്. ഓക്കെ. അപ്പം ഇനി ലാസ്റ്റ് 4-മത്തെ, അപ്പം ആഹാരം കഴിഞ്ഞു, യജ്ഞം കഴിഞ്ഞു, തപസ് കഴിഞ്ഞു. ഇനി ദാനം. ദാനം എന്ന് പറയുന്നത് നമ്മൾ കർത്തവ്യബോധത്തോടെ, അതായത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണത് എന്ന് മനസ്സിലാക്കി പ്രതിഫലേച്ഛ കൂടാതെ ഉചിതമായ സ്ഥലത്ത് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതാണ് സത്വഗുണത്തിലുള്ള ദാനം എന്ന് ഭഗവാൻ പറയുന്നു. ഓക്കെ. അതേസമയം എന്തെങ്കിലും ഫലം ഉദ്ദേശിച്ചിട്ടാണ്, പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ടാണ്, പൂർണ്ണ മനസ്സില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? രജോ ഗുണത്തിലുള്ള. എലക്ഷൻ വരുമ്പോഴത്തേക്കും, ആ സ്ഥാനാർത്ഥികൾ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡൊണേഷൻ കൊടുക്കും, അല്ലേ? ഫലോദ്ദേശം ആണ്, ദാനം ചെയ്യാണ്, പാർട്ടിക്ക് ദാനം ചെയ്യാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തെങ്കിലും പാരവയ്ക്കും നമ്മളെ,
കൊടുത്തു വിട്, എന്തെങ്കിലും കൊടുത്തു വിട്. അതെന്താണ്? അതും രജോ ഗുണമാണ്. ഓക്കെ. ഇനി തമോ ഗുണത്തിലുള്ളത്, ഉചിതമല്ലാത്ത സ്ഥലത്ത്, അവിശുദ്ധമായ സ്ഥലത്ത്, അനർഹമായ വ്യക്തിക്ക് നൽകുന്ന ദാനം തമോ ഗുണത്തിലുള്ളതാണ്. ആദരം കൂടാതെ അവജ്ഞയോടെ എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലുള്ള ദാനമാണ്. ഓക്കെ. അപ്പൊ ഇനി ഭഗവാൻ ഇത്രയും 22ാമത്തെ ശ്ലോകത്തിൽ വരെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇത് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ. ഇനി 23 മുതൽ 28 വരെ 6 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട് ഈ ചാപ്റ്ററിൽ. അതിൽ ഭഗവാൻ ഈ ചാപ്റ്റർ ഉപസംഹരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതില് ഭഗവാൻ പറയുന്നു, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അടിമയായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം ഭൗതികമാണ്. ഭൗതികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷയില്ല, ബന്ധനത്തിലാണ് അവസാനിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് കർമ്മഫലമുണ്ട്, അത് നമ്മളെ ഇവിടെ ഈ പ്രകൃതിയിൽ ബന്ധിച്ചിടുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം? അത് നമ്മള് ഇതിൽ നിന്നും ആധ്യാത്മിക തലത്തിലേക്ക് ഉയരണം. ഓക്കെ. അപ്പം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ തമോ ഗുണവും രജോ ഗുണവും എനിക്ക് മനസ്സിലാവുന്നു. സത്വഗുണം എന്ന് പറയുന്നത് നല്ലതല്ലേ? അപ്പൊ നമ്മൾ സത്വഗുണത്തിലായാൽ പോരെ? എന്തുകൊണ്ടാണ് ഈ സത്വഗുണത്തിൽ നിന്നും അത് പോരാന്ന് പറയാൻ കാര്യം? സത്വഗുണവും പോരാന്ന് പറയാൻ അതെങ്ങനെയാണ് നമ്മളെ ബന്ധിക്കുന്നതെന്ന് പറയുന്നത്? ആ, ശരി ശരി, നല്ല പോയിന്റ് ആണ്. സത്വഗുണത്തിലാണെന്നുണ്ടെങ്കിലും പ്രഭു പറയുന്നത് ശരിയാണ്. കാര്യം നമ്മള് പറയുന്നത് എന്താണ്? ഒരേ ഗുണത്തിലായിരിക്കില്ല എപ്പോഴും. ഇപ്പൊ സത്വഗുണത്തിലായിരിക്കും, പക്ഷെ നാളെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അഥവാ ഈ ശരീരം വിട്ടിട്ട് അടുത്ത ജന്മത്തിൽ വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ സത്വഗുണത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ അസോസിയേഷൻ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ സത്വഗുണം എങ്ങനെയാണ് നമ്മളെ ബന്ധിക്കുന്നത്? പുണ്യങ്ങൾ നമ്മളെ ബന്ധിക്കും. ശരി. അവർ വിചാരിക്കുന്നു ഞങ്ങള് ഈ തമോ ഗുണത്തെക്കാളും രജോ ഗുണത്തെക്കാളും ഉള്ളതിനേക്കാളും ബെറ്റർ ആണ് നമ്മൾ. ഈ ഒരു ചിന്ത കാരണം അവർ സത്വഗുണത്തിൽ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അവര്. അതായത് ഒരു ഈ ബന്ധനം എന്ന് വെച്ചാൽ ചങ്ങലയിൽ ഇടുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം തമോ ഗുണത്തിന് പറയാ ഇരുമ്പ് ചങ്ങല, രജോ ഗുണത്തിന് വെള്ളിച്ചങ്ങല, സത്വഗുണത്തിന് സ്വർണ്ണ ചങ്ങല. സ്വർണ്ണമാണ് കാര്യം. ഇപ്പം വില എന്താണ്, ഇല്ലേ? ഒരു നല്ല കട്ടിയുള്ള ഒരു സ്വർണ്ണ ചങ്ങല കൊണ്ടിട്ടാണ് അതിനെ കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലതല്ലേ? പക്ഷെ ബന്ധനത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അയാൾ ഇരുമ്പ് ചങ്ങലയിലാണ്, അയാൾ വെള്ളിച്ചങ്ങലയാണ്, ഞാൻ സ്വർണ്ണ ചങ്ങലയിലാണ്. അഹങ്കരിച്ചിട്ട് കാര്യമില്ല. കാര്യം 3 പേരും ബന്ധനത്തിലാണ്, രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് സത്വഗുണവും നമ്മള് അതിജീവിക്കാം, അതിനും മുകളിലായിട്ട് നമ്മൾ വരണം. ഓക്കെ. അപ്പം ഇതിൽ നിന്ന് ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, അത് ഓരോ കർമ്മത്തിനും ഭൗതികമായിട്ടുള്ളതിൽ നിന്ന് ആ കുറവുകളെ, പോരായ്മകളെ അല്ലെങ്കിൽ ദൂഷ്യങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പതുക്കെ അതിന്റെ മുകളിൽ 3 ഗുണത്തിനും മുകളിലായിട്ട് വരണം, ആധ്യാത്മികതയിലേക്ക് വരണം. അതിനായിട്ട് ഉള്ള മാർഗം അതിന് ശാസ്ത്രം പറയുന്നത് എന്താണ്? ഓം തത്സത്, ഓം തത്സത്. ഇതെന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ പ്രവൃത്തിയെ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതാണ് പോയിന്റ്. ഓക്കെ. അപ്പം ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഭഗവാന് വേണ്ടി ചെയ്യേണ്ടതാണ്. ഓക്കെ. അതിനു വേണ്ടിയിട്ടാണ്, അതാണ് ഇതിന്റെ അർത്ഥം. ശാശ്വതനായ ആ പരമപുരുഷനായ ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അതിനായിട്ടാണ് ഓം തത്സത്ത് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഭഗവാന് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നത്? ഞാനാണോ പറയുന്നത്? ആയിക്കോട്ടെ, ആരാ പറയുന്നത്?
ഭഗവാന് വേണ്ടി ചെയ്യണമെന്നപ്പോ ആ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ശ്ലോകം? ആ യത് കരോഷി യത് സ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്സസി കൗന്ദയ തത് കുരുഷു അമതർപ്പണം 9:27. ഓക്കെ, യത് കരോഷി, നീ എന്ത് ചെയ്യുന്നു? കരോഷി എന്ന് പറഞ്ഞാൽ നീ കരോഷി, നീ ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നു? യത് കരോഷി യത് സ്നാസി, നീ എന്ത് കഴിക്കുന്നു? അശ്നാമി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നു, അശ്നാസി എന്ന് പറഞ്ഞാൽ നീ കഴിക്കുന്നു. യദശ്നാസി യജ്ജുഹോഷി, നീ എന്ത് യജ്ഞങ്ങൾ ചെയ്യുന്നു? യജ്ജുഹോഷി ദദാസി യത് ദദാസി, എന്ത് ദാനം ചെയ്യുന്നു? ദദാസി യത് യത് തപസ്യസി, നീ എന്ത് തപസ് ചെയ്യുന്നു? യത് തപസ്യസി തത് കുരുഷ്വ മദർപ്പണം എന്നല്ല, ആർക്കാണ് പറയുന്ന? ആ ഭഗവാനുവേ അർപ്പണം എന്ന രീതിയിൽ ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നു. യത് കരോഷി യത് സ്നാസി യജ്ജുഹോഷി ദദാസ്യത് യത് തപസ്സസി കൗന്ദയ തത് കുരുഷ്വ മദർപ്പണം. ആയില്ലേ? അശ്നാസി എന്ന് പറയുമ്പോഴത്തേക്കും ആഹാരമായി, തപസ്യ എന്ന് പറയാൻ തപസ്സായി, യജ്ജുഹോഷി എന്ന് പറയുമ്പോഴത്തേക്കും യജ്ഞമായി, ദദാസി അവിടെ ദാനമായി. പിന്നെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ എന്താണ് ഭഗവാൻ? യത് കരോഷി, അത് ക്യാച്ച് ഓൾ ആണ്. ബാക്കിയുള്ള എല്ലാം ഭഗവാൻ അതിൽ ഏർപ്പെടുത്തി. എന്താണ്? നീ എന്ത് ചെയ്യുന്നുവോ അതെല്ലാം എനിക്കായിട്ട് അർപ്പിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണെന്ന്, ശ്വാസോച്ഛ്വാസം വിടുവാണെന്നുണ്ടെങ്കിൽ പോലും ഓർക്കുക, ഇത് ഞാൻ ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ്. അത് ചെയ്തിട്ട് വേണം നമ്മൾ ശ്വാസോച്ഛ്വാസം പോലും വിടാനായിട്ട്. അപ്പൊ അത് പെർഫെക്ഷൻ ആവും. ഓക്കെ, അപ്പം ഈ ഓം തത് സത്ത് എന്ന് പറയുന്നത് നിരപേക്ഷ തത്വത്തെ അഥവാ ആബ്സല്യൂട്ട് ട്രൂത്ത്, ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. വേദമന്ത്രങ്ങളില് എപ്പോഴും കാണുന്ന ഒരു വാക്കാണ് ഓം. ഇല്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 10 ഓംകാരം എവിടെയാണ്? ഓംകാരം എവിടെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഓംകാരം എവിടെയാണ്? ഓക്കെ, അതായിരുന്നു അടുത്ത ഞാൻ പറയാൻ പോകുമായിരുന്നത്. അതായി ചോദിച്ചത്. ഓക്കെ, ശരി. അപ്പം ഓം എന്നുള്ളത് ഭഗവത്ഗീതയിൽ ഭഗവാൻ എവിടെയൊക്കെ പറയുന്നുണ്ട്? അത് ആദ്യം ഭഗവാൻ പറയുന്നത് ധ്യാനയോഗത്തിൽ പറയുന്നുണ്ട്. 8:13 പറയുന്നു യോഗി ഉച്ചരിക്കേണ്ടത് എന്താണ്. അവിടെ പറയുന്നുണ്ട് ഓമിത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ. ഓം എന്ന് പറയുന്ന ഈ അക്ഷരം ഏകാക്ഷര ബ്രഹ്മത്തെ ഉച്ചരിക്കാനായിട്ട് യോഗി അതിനെ ഉപയോഗിക്കണം. ഏകാക്ഷര ബ്രഹ്മം അവിടെ ഞാനാണെന്ന് ഭാവം പറഞ്ഞില്ല. എവിടെയാണ് ഞാൻ എന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അത് മാതാജി പറഞ്ഞെടുത്ത്. ഓക്കെ, അതിനു മുമ്പ് ഒരിടത്ത് പറയുന്നു. ഓക്കെ, 9-ാം അധ്യായത്തിലും പറഞ്ഞു വേദ്യം പവിത്രമോങ്കാര ഋക്സാമ യജുരേവച. ഓക്കെ, പവിത്രമോങ്കാരം, ഞാൻ പവിത്രമായ ഓംകാരമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 10:27 മാതാജി പറഞ്ഞ ശ്ലോകം മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. കാര്യം അതിലാണ് നമ്മുടെ യജ്ഞാനാം ജപയജ്ഞോസ്മി കൂടി വന്നിട്ടുണ്ടായില്ലേ. യജ്ഞങ്ങളിൽ വെച്ചിട്ട് ജപയജ്ഞമാണ് ഞാൻ എന്ന് ഭഗവാൻ പറയുന്നു. അതിനു മുമ്പ് പറയുന്നു ഗിരാമസ്മേകമക്ഷരം. ഗിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളുടെ, വാക്കുകളിൽ ഗിരാം. ഓക്കെ, അസ്മി ഏകമക്ഷരം, ഓം എന്ന് പറയുന്ന ആ അക്ഷരം ഞാനാണ്, വാക്കുകളിൽ ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പം ഈ വേദമന്ത്രങ്ങളില് ഓം എന്ന് പറയുന്നത് കാണുന്ന പ്രഭാത് പറയുന്നുണ്ട്. എന്താണ്? ഓം തത് വിഷ്ണു പരമ പദം എന്ന് പറയുന്ന അങ്ങനെയുള്ള സ്തുതികളില് ഓം എന്ന് പറയുന്നു. അതേപോലെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നിടത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, അവിടെയെല്ലാം തന്നെ ഓം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെയെല്ലാം തന്നെ ഓം എന്ന് പറയുന്നത് ഭഗവാനെ സൂചിപ്പിക്കാനായിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇനി ഈ പർപ്പോട്ടിൽ പ്രഭാത് പറയുന്നത് എന്താണ്? നമുക്ക് ടൈം ഉണ്ടോ? ഓക്കെ, ഓൾമോസ്റ്റ് ആകാറായി. ക്വിക്കായിട്ട് നോക്കാം. ഓക്കെ, ഇനി ശാസ്ത്രവിധി അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് ഒരു പോയിന്റ്. ഓക്കെ, ഒന്ന്, നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, നമുക്ക് ഭഗവാനെ, നമുക്ക് എന്തെങ്കിലും ഫലം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ അത് താൽക്കാലികമായിരിക്കും. അതിന് നമുക്ക്
നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. അതൊന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും തമോ ഗുണത്തിലുള്ളതും രജോ ഗുണത്തിലുള്ളതും ചെയ്യാതെ സത്വഗുണത്തിലുള്ള ദാനം, തപം അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടത്? ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ളത് അത് ഇൻഫീരിയർ, താഴ്ന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള സത്വഗുണത്തിലാണ്. പക്ഷെ സത്വഗുണത്തിൽ നിൽക്കരുത്. അതിനും അടുത്ത പടിയായിട്ട് നിസ്ത്രൈഗുണ്യോ ഭവാർജുന, 3 ഗുണങ്ങളെയും നീ അതീതനായി തീരണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് 2ാമത്തെ അധ്യായത്തിൽ. നിസ്ത്രൈഗുണ്യോ ഭവാർജുന. അതുകൊണ്ട് ഇനി വേറൊരു കാര്യം പ്രഭു ഇവിടെ പറയുന്നത്, ഇതിന്റെ ഈ ഓം തത്സത്ത് എന്നുള്ളതിന്റെ ആധികാരികത നമ്മൾ എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ പ്രമാണം അറിഞ്ഞു വേണം അത് ചെയ്യാനായിട്ട്. വെറുതെ എന്തെങ്കിലും നമ്മൾ സ്വീകരിക്കില്ല. പ്രമാണം എന്താണ്, ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പ്രഭു നമുക്ക് പറഞ്ഞു തരുന്നു പ്രമാണം എന്താണ് അതിന്റെ. ഒന്ന്, ഓം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഓം ഇത്യേതത് ബ്രഹ്മണോ നേദിഷ്ടം നാമ എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് ഓം എടുത്തിരിക്കുന്നു. ഛാന്തോഗ്യോപനിഷത്തിൽ നിന്ന് തത്വമസി, ശബരിമല പോയിട്ടുള്ള ആൾക്കാർ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് തത്വമസി, അല്ലേ? അതെന്താണ് തത്വമസി എന്ന് വെച്ചാൽ എന്താണ്? തത് ത്വം അസി. ഇവിടെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലോദ്ദേശം കൂടാതെ ഭൗതിക ബന്ധത്തിൽ നിന്നുള്ള മുക്തി, അതിനെ സൂചിപ്പിക്കാനാണ് ഏത് വാക്ക് ഉപയോഗിക്കുന്നത്? തത്. തത്. ഓക്കെ. ഓം എന്ന് പറയുന്നത് ഭഗവാനെ സ്മരിക്കാനായിട്ട് സഹായിക്കുന്നു. അത് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു. തത് എന്നുള്ളത് ഛാന്തോഗ്യോപനിഷത്തിൽ തത്വമസിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഫലോദ്ദേശം കൂടാതെ ഭൗതിക ബന്ധത്തിൽ നിന്ന് മുക്തിക്കായിട്ട് നമ്മൾ തത് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പിന്നെ ഛാന്തോഗ്യോപനിഷത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന വാക്കാണ് സത്. സത് ഏവ സൗമ്യ എന്ന അവിടെ ഫ്രേസ് അവിടെ വരുന്നിരിക്കുന്നു. അവിടെ ഭഗവാന്റെയും ഭക്തന്മാരുടെയും സന്തോഷത്തിനായി ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഭക്തിയുത യജ്ഞത്തിന്റെ ലക്ഷ്യം അത് ഭഗവാനാണ്, അത് സത്താണ്. ഓക്കെ. നമ്മള് ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ചെയ്യുന്ന അതിന്റെ ലക്ഷ്യം ഭഗവാൻ സത്താകുന്നു. അതുകൊണ്ട് ചെയ്യുന്ന ആള് സത്താകുന്നു. പിന്നെ ചെയ്യുന്ന എല്ലാ എന്താണോ, യജ്ഞമാണോ, ദാനമാണോ, തപമാണോ, എല്ലാം തന്നെ ഭഗവാനെ സന്തോഷപ്പെടുത്തുന്നതായതുകൊണ്ട് അതെല്ലാം തന്നെ സത്തായിത്തീരുന്നു. പിന്നെ അതെല്ലാം തന്നെ ആധ്യാത്മിക പ്രകൃതി സ്വീകരിക്കുന്നു, ഭൗതികമല്ല. അത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും തന്നെ ഭൗതികമായിട്ടുള്ളതല്ല, ആധ്യാത്മികമായിട്ടുള്ളതാണ്. കാര്യം അത് ഭഗവാനുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയി. ഓക്കെ. അപ്പൊ ഇനി നമ്മളിത് ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട്. നമ്മുടെ പൂർവികനായിട്ടുള്ള ആദ്യത്തെ ജീവാത്മാവാരായിരുന്നു ബ്രഹ്മാവ്. ബ്രഹ്മാവ് യജ്ഞം ചെയ്തപ്പോഴത്തേക്കും അതിന്റെ അവസാനം ഓം തത്സത് എന്ന് പറഞ്ഞിട്ടാണ് ആ യജ്ഞം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മാവിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് എല്ലാവരും ആ പരമ്പര തുടർന്നു വരുന്നു. നമ്മളും ഓം തത്സത് എന്ന് പറഞ്ഞിട്ട് യജ്ഞങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നു. ഇനി പ്രഭുപാദ് പറയുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ ഓം തത്സതും കൃഷ്ണാവബോധവും തമ്മിലുള്ള കണക്ഷനാണ്. ഭഗവത്ഗീത അനുസരിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ഓം തത്സത് ഇത് ചൊല്ലി ചെയ്താൽ അത് ഭഗവാന് വേണ്ടിയാണ്. ഓക്കെ. അതായത് കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്നവയാണ് എല്ലാ കർമ്മങ്ങളും. അങ്ങനെ കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന എല്ലാം തന്നെ പരിപൂർണമാണ്. അതിന് ഫലങ്ങളില്ല. എന്താണ്, നമ്മളെ ബന്ധിക്കുന്നുള്ള ഫലങ്ങളില്ല. ഓക്കെ. അപ്പം കർമ്മം, അകർമ്മം, വികർമ്മം എന്ന് കേട്ടിട്ടില്ലേ? കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രവിധി പ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ. ശാസ്ത്രവിധിക്ക് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് വികർമ്മങ്ങൾ. അകർമ്മങ്ങൾ എന്ന് വെച്ചാൽ എന്താ? അതിന് പാപവും ഇല്ല, പുണ്യവും ഇല്ല. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബന്ധനവും ഇല്ല. കാര്യം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും, വികർമ്മം ചെയ്തു കഴിഞ്ഞാൽ പാപം കിട്ടും, അകർമ്മം ചെയ്തു കഴിഞ്ഞാൽ രണ്ടും കിട്ടില്ല. അപ്പോൾ പുണ്യം കിട്ടുന്നത്
പുണ്യം കിട്ടുന്നത് മോശമാണോ? പുണ്യം ആ പ്രഭു പറഞ്ഞ കാര്യമാണ്. പുണ്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്, കുറച്ച് എൻജോയ് ചെയ്യും. പിന്നെ പക്ഷേ പുണ്യം കിട്ടിയത് കൊണ്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ കിടക്കേണ്ടി വരുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇന്നത്തെ അവബോധമല്ല അന്നത്തെ അവബോധം. ഇന്ന് നമുക്ക് തോന്നും, ഓ എനിക്കൊരു യജ്ഞം ചെയ്ത് സ്വർഗപ്രാപ്തി, സ്വർഗത്തിൽ എത്തുമ്പോഴത്തേക്കും അസുരന്മാരുടെ ഇത് വരുമ്പോഴത്തേക്കും ഇന്ദ്രൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ ആ സമയത്ത് വീഴ്ചയായിരിക്കും ഫലം. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? തമോ ഗുണത്തിലായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അപ്പൊ ചെയ്യുന്ന എല്ലാം തന്നെ പാപങ്ങളായിരിക്കും, അറിയില്ല. അതുകൊണ്ട് പുണ്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാലും അത് ബന്ധനത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അതും ശാസ്ത്രങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പുണ്യങ്ങളും പാപങ്ങളും ഇല്ലാതെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി ഓക്കെ, ഇതല്ലാതെ ഓം തത്സത് അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഭഗവാനുമായിട്ട് വിശ്വാസം, യജ്ഞങ്ങളും തപസ്സും ദാനവും എല്ലാം തന്നെ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യണം. വിശ്വാസം ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവ നീചങ്ങളാണ്. ഓക്കെ, ഇൻഫീരിയർ. അത് ക്ഷണികമാണ്. അത് നമുക്ക് ഫലം കിട്ടിയേക്കും, പക്ഷെ അത് ക്ഷണികമാണ്. ഇഹത്തിലും പരത്തിലും അതിന് യാതൊരു പ്രയോജനം കിട്ടില്ല. ലോങ് ടേം ബെനിഫിറ്റ്സ് ഒന്നും തന്നെ ഇല്ലാത്തതാണ്. ഓക്കെ, അവയ്ക്ക് പറയുന്ന പേരെന്താണ്? അസത്. ഇത് സത്താണെങ്കിൽ അത് അസത്. ഓക്കെ, അത് നമുക്ക് ഫലങ്ങൾ തരുന്നില്ല, വിജയവും തരുന്നില്ല. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഭഗവാനിൽ വിശ്വാസം എന്ന് ഊന്നി പറയാൻ കാര്യം എന്താണ്? ഓക്കെ, കാര്യം എല്ലാ വൈദിക നിർദ്ദേശങ്ങളുടെയും അന്തിമ ലക്ഷ്യം എന്താണ്? വേദങ്ങളുടെ അന്തിമ ലക്ഷ്യം എന്താണ്? ഭഗവാൻ കൃഷ്ണനെ അറിയുക. വേദൈശ്ച സർവൈരഹമേവ വേദ്യോ. 15:15 ഭഗവാൻ പറയുന്നുണ്ട്. ഈ വേദങ്ങളെല്ലാം തന്നെ അറിവിന്റെ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്നെ മനസ്സിലാക്കണം. ചില ഗീതാകാരന്മാരെ എന്ത് ചെയ്യും? എന്നെ മനസ്സിലാക്കണം, നീ നിന്നെ മനസ്സിലാക്കണം. അല്ല, അത് പറഞ്ഞ ആള് പറയുന്നത് എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി എന്നാണ് അർത്ഥം. നീ നിന്നെ മനസ്സിലാക്കണം എന്നല്ല, നീ കൃഷ്ണനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള താല്പര്യം. അതിന്റെ ഡയറക്റ്റ് മീനിങ് അതാണ്. അപ്പം അതുകൊണ്ട് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നത് എന്താണ്? ഭഗവാനിൽ വിശ്വാസം വേണം. കാര്യം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജയിക്കാനായിട്ട്, വിജയം പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തുടക്കം മുതലേ എല്ലാ പ്രവൃത്തികളും കൃഷ്ണാവബോധത്തിൽ ഒരു ഉത്തമ ഗുരുവിന്റെ പരിശീലനത്തിൽ, മാർഗനിർദ്ദേശത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിജയങ്ങൾ, എല്ലാ പ്രവൃത്തികളും വിജയമായിരിക്കും. കാര്യം അത് ചെയ്യുന്നത് ഏത് ബോധത്തിലാണ്? കൃഷ്ണാവബോധത്തിലാണ്. എന്ന് വെച്ചാൽ ഭഗവാനുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ബോധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഭഗവാന്റെ വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അതിന് മാത്രമേ വിജയം കിട്ടുള്ളൂ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം വരാം. കൃഷ്ണാവബോധം നേരിട്ട് ചെയ്യണോ അതോ പടിപടിയായിട്ട് കയറി നമ്മൾ കൃഷ്ണാവബോധത്തിൽ എത്തണോ? കർമ്മകാണ്ഡമുണ്ട്, കർമ്മയോഗമുണ്ട്, അതിനുശേഷം ജ്ഞാനയോഗമുണ്ട്, അതിനുശേഷം ധ്യാനയോഗമുണ്ട്, അതിനുശേഷം ഭക്തിയോഗം, അതിനുശേഷം വന്നാൽ പോരെ കൃഷ്ണാവബോധത്തിൽ? പടിപടിയായിട്ട് പോയാൽ പോരെ? അതായത് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ താഴ്ന്ന സ്റ്റെയർ കേസ് കയറി മുകളിൽ പോയി ടെറസിൽ കയറി. വേറൊരാൾ നേരെ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ടെറസിൽ ലാൻഡ് ചെയ്തു. ഏതാണ് നേട്ടം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതാണ് ബെറ്റർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന്റെ ഉത്തരം കൃഷ്ണാവബോധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറുന്ന ആൾക്കാര് എപ്പോഴും ഭൗതിക ബോധത്തിൽ നിന്നാണ് പതുക്കെ ഉയരാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന ഏത് രീതിയാണ്, അവർ എന്ത് ആരാധനയാണ് ചെയ്യുന്നതെങ്കിലും അതെല്ലാം തന്നെ ബദ്ധാവസ്ഥയിലാണ്. 3 ഗുണങ്ങൾക്ക്, സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ കൃഷ്ണാവബോധം എന്താണ്? കൃഷ്ണാവബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? കൃഷ്ണാവബോധത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? നമ്മൾ ഏത് അവബോധത്തിലായിരിക്കുന്നത്? ഇപ്പം ശരീരാവബോധം. നമ്മൾ വിചാരിക്കുന്നത് നാം ഈ ശരീരമാണ്, ഈ ശരീരത്തെ സംബന്ധിക്കുന്നതെല്ലാം എന്റെയാണ്. എന്റെ വീട്, എന്റെ കാർ, എന്റെ ജോലി, എന്റെ ഫാമിലി, ഇതെല്ലാം തന്നെ ഉടമ ആരാണ്?
ഞാനാണ്. കൃഷ്ണാബോധത്തിൽ എന്ത് സംഭവിക്കുന്നു? ഞാൻ കൃഷ്ണന്റെ ഒരു അംശം മാത്രം. എല്ലാത്തിന്റെ ഉടമ ആരാണ്? ഈശാവാസ്യമിതം സർവം, ഇല്ലേ? എല്ലാം കാണുന്നതെല്ലാം തന്നെ ഭഗവാന്റേതാണ്. ഭഗവാനാണ് സൃഷ്ടാവ്, ഭഗവാനാണ് യജമാനൻ. നമ്മൾ ആരുമല്ല. നമ്മളെ ഒരു കുറച്ച് നേരത്തേക്കായിട്ട് ഭഗവാൻ ചിലപ്പോ അച്ഛന് സാലറി കിട്ടി വരുമ്പോഴത്തേക്കും പേഴ്സ് നോക്കുമ്പോഴത്തേക്കും അച്ഛൻ ഇത്ര പൈസ കേട്ടോ, അച്ഛൻ എന്ത് ചെയ്യും? കുറച്ച് നേരത്തേക്ക് ആ പേഴ്സ് അങ്ങ് കയ്യിൽ കൊടുക്കും, കുട്ടിയുടെ കയ്യിൽ. ഒരു 5 മിനിറ്റ് കളിച്ച് കഴിയുമ്പോഴത്തേക്കും പേഴ്സ് വാങ്ങിച്ചിട്ട് പോക്കറ്റിൽ തിരിച്ചു വയ്ക്കും. അതേപോലെയുള്ളൂ. നമുക്ക് കോടികൾ ഭഗവാൻ തന്നു കഴിഞ്ഞാലും അത് ചെയ്യേണ്ട രീതിയിൽ, ഉപയോഗിക്കേണ്ട രീതിയിൽ ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുക, തിരിച്ച് ഭഗവാന് കൊടുക്കുക. നമ്മളല്ല അതിന്റെ യജമാനൻ, നമ്മളല്ല അതിന്റെ എൻജോയർ. അത് മനസ്സിലാക്കുക. അപ്പം കൃഷ്ണാബോധത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് 3 ഗുണങ്ങൾക്കും അതീതമാണ്. ഓക്കെ, അത് ശുദ്ധ സത്വത്തിലുള്ള കാര്യങ്ങളാണ്. ഈ അവബോധത്തിലാണ് ഞാനല്ല കർത്താവ്, എല്ലാം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തിയാണ് കൃഷ്ണാബോധത്തിൽ. അല്ലാതെ ഇസ്കോണിൽ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല കേട്ടോ. അതല്ല. ഒരു മെമ്പർ ഇസ്കോണിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണാബോധം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ചിട്ട് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ പ്യുവർ സെർവന്റ് എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കും അതാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഭക്തന്മാരെ തിരഞ്ഞുപിടിച്ച് അവരുടെ സഹവാസം നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കും. ഓക്കെ, ഇനി ഇതിന് ഉള്ള സ്റ്റെപ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭുപാദ് പറയുന്നു. ഓക്കെ, ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ, അതായത് നിർവ്യാജനായിട്ടുള്ള ഒരു സ്പിരിച്വൽ മാസ്റ്ററെ, ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കുക. ഇംഗ്ലീഷില് ടീച്ചർ എന്ന വാക്കുണ്ട്. അതേ അക്ഷരങ്ങൾ അല്പം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചീറ്റർ എന്ന വാക്കും കിട്ടും. ഓക്കെ, അപ്പം ഗുരുക്കന്മാര് പലരുണ്ട്. ചിലർ ടീച്ചേഴ്സ് ആയിരിക്കും, പലരും ചീറ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് അത് തിരിച്ചറിയേണ്ട ചുമതല ആർക്കാണ്? നമുക്കാണ്. നമ്മൾ ഒരു കുട്ടിയെ പോയി ഒരു മെഡിക്കൽ കോളേജിൽ ചേർക്കുമ്പോഴത്തേക്കും അതിന് അംഗീകാരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആരാണ്? അവരാണോ ചെക്ക് ചെയ്യേണ്ടത്? അല്ല, നമ്മളാണ് ചെക്ക് ചെയ്യേണ്ടത്, ഇല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോഴത്തേക്കും അയാൾ ടീച്ചറാണോ ചീറ്ററാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബുദ്ധി എങ്കിലും നമുക്ക് വേണം. അങ്ങനെയുള്ള ഒരു ഉത്തമ ഗുരുവിനെ സമീപിക്കണം. അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പരിശീലനം നേടണം. എന്നിട്ട് അതിൽ നിന്നും ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് ഭഗവാനെ പറ്റി മനസ്സിലാക്കുക. ഭഗവാനിന്റെ മഹത്വം കേട്ട് ഭഗവാനിൽ നമുക്ക് വിശ്വാസം വരും. ആ വിശ്വാസത്തിൽ നിന്ന് അത് മുതിർന്ന് പക്വമായി കഴിയുമ്പോഴത്തേക്കും എന്ത് കിട്ടും? നമുക്ക് ഭഗവാനിൽ പ്രേമം കിട്ടും. ഭഗവത് പ്രേമം, ഭഗവാനുള്ള സ്നേഹം കിട്ടും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. ഓരോ മനുഷ്യനും നേടേണ്ട ഈ ജീവിതത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും അതിന്റെ ലക്ഷ്യവും പരമമായിട്ട് നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത് എന്താണ്? ഭഗവാനുള്ള സ്നേഹം. കാര്യം അതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പൊസിഷൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും തന്നെ നേടേണ്ടതായിട്ടില്ല. അതാണ് ഭഗവാൻ ഈ 17-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൃഷ്ണാവബോധത്തിന്റെ വിജയത്തിനായിട്ട് ശ്രമിക്കണം. അതിനായിട്ട് നമ്മുടെ ജീവിതം മാറ്റിവെക്കണം. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ മറന്നു. എന്താ ഞാൻ പറയേണ്ടത്? താങ്ക് യു. ഓം തത് സത്. ഓക്കെ, ഇതെന്താണ് ഓം തത് സത് എന്ന് പറയേണ്ടത്? എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്തിരിക്കുന്നത് ഏത് ഗുണത്തിലാണ് ഞാൻ ഈ സംസാരിച്ചത്? ഏറെക്കുറെ രജോഗുണത്തിലാണ് ഞാൻ സംസാരിച്ചത്. കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്കെല്ലാം തന്നെ മനസ്സിലാകണം എന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അത് രജോഗുണമാണ്. രജോഗുണം എന്ന് പറയുന്നത് മാലിന്യമാണ്. അത് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മുടെ ഗുരുജനങ്ങൾ, നമ്മുടെ പരമ്പരയിലുള്ള ആദി ഗുരുവായിട്ടുള്ള ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങിയ ഒരു പദ്ധതിയുണ്ട്. എന്താണ്? എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും, തപസ് ചെയ്തു കഴിഞ്ഞാലും, ദാനം ചെയ്തു കഴിഞ്ഞാലും, യജ്ഞം ചെയ്തു കഴിഞ്ഞാലും, ആഹാരം കഴിച്ചു കഴിഞ്ഞാലും എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഓം തത് സത്, ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ഹരേ കൃഷ്ണ. ഓം തത് സത്.
കൃഷ്ണ. താങ്ക് യു ദീനനാഥ് പ്രഭു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾ ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വളരെ നന്നായിട്ട് പ്രഭു 3 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ യജ്ഞം, ദാനം, തപം, പിന്നെ കാമം, ആഹാരം ആഹാരം ആഹാരം. പിന്നെ അതുകൂടാതെ കരോഷി, അതൊരു എല്ലാം നമ്മൾ ചെയ്യുന്ന എന്തും തന്നെ കൃഷ്ണനെ എങ്ങനെ സമർപ്പിക്കാം, അങ്ങനെ നമുക്ക് എങ്ങനെ കൃഷ്ണാവബോധം ബോധത്തോടു കൂടി നമുക്ക് ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുകളിലോട്ട് പോകാൻ പറ്റും. നല്ലോണം പറഞ്ഞു തന്നു. ഓം തത്സത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാ കർമ്മവും നമുക്ക് കൃഷ്ണനെ സമർപ്പിക്കാൻ പറ്റുന്നതും നമ്മൾ പഠിച്ചു. താങ്ക് യു വെരി മച്ച് ദീനനാഥ് പ്രഭു. നമുക്ക് എല്ലാവർക്കും ദീനനാഥ് പ്രഭുവിന് നന്ദി സൂചകമായിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭാത് കി ജയ്. ഞാൻ ഇത് പറഞ്ഞ എല്ലാം തന്നെ ശ്രീല പ്രഭാതിന്റെ വെറും ട്രാൻസ്ലേഷൻസ് മാത്രം വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും ഹരേ കൃഷ്ണ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ട്രാൻസ്ലേഷൻസിൽ നിന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത്രയും പർപ്പോസ് ഉള്ള